രാവിലെ വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് എൻ്റെ മക്കൾ ഇത് എത്ര ആൾക്കാരാണെന്നറിയാം റോട്ടുമ്മ കൂടി നടക്കുന്ന എല്ലാവരുടെ കൈമിൽ എന്തുണ്ടെന്ന് അറിയാം. നല്ല അടിപൊളി വടിയുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ചുകൊണ്ട് നായനെ അടിക്കുകയാണെന്ന് പ്രത്യേകം പറയണ്ട. എന്നാൽ നായ്ക്കളെ ശല്യം ഇപ്പം കൂടുതലാണല്ലോ. നമ്മളിപ്പം പോകുന്നത് വെച്ചുകൊണ്ട് അടുത്തൊക്കെയാണ് നല്ല അടിപൊളി ഒരു പള്ളി. എല്ലാ പള്ളിയും അടിപൊളി കേട്ടോ. പിന്നെ നമ്മൾ റിനാഫിനൊരു ആഗ്രഹം ഇന്നൊരു പള്ളിയിൽ പോകണമെന്ന്. അന്നേരം തന്നെ ഞാൻ എന്താക്കി വണ്ടി എടുത്തിട്ട് നേരെ പോയി. അവൻ്റെ അടുത്ത് ബൈക്കില്ലാത്തതിനെ കൊണ്ട് അവൻ എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നീ ബൈക്ക് കൊടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാക്കും ഒരുമിച്ച് എന്താക്കാം പയ്യോളി അങ്ങാടിയുള്ള ചരച്ചൽ പള്ളിയിലേക്ക് പോകാമെന്ന്. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ഞാൻ റെഡിയാണെന്ന്. അങ്ങനെ വണ്ടിയും കൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് കുറേ ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നു കേട്ടോ. എന്താ വെച്ചുകൊണ്ട് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഷുഗർ കൊളസ്ട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കൊളസ്ട്രോളും തടിയും എല്ലാം ഒന്ന് തന്നെയല്ലേ എന്തൊക്കെ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചു കിട്ടോ. അപ്പോൾ അതൊന്നും ഒന്നല്ലാന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ പോട്ടെ. പിന്നെ കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയിൽ പോകുന്നവർ എന്തൊക്കെയാണോ അത് അവർ രണ്ടാൾ ഇങ്ങനെ നടന്നു പോകുന്നവരെ ഞാൻ വിചാരിക്കുന്നത് നല്ല സ്പീഡ് പോകുന്നുണ്ടല്ലോ എന്ന്. ഭാര്യയും ഭർത്താവ് പോകുന്ന ഒരു രണ്ടാളും എനിക്കറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാം കൂടി ചിങ്ങ ഒരുത്തുനിന്ന് ഞാൻ വിചാരിച്ച് നേരെ പോകാം. നേരെ പോകുന്ന സമയത്ത് കുറേ ആൾക്കാർ നേരെ നടക്കുന്നതിനെ കൊണ്ട് ഞാൻ വേറെ ലെഫ്റ്റും കട്ട് ചെയ്തിട്ടോ. അന്നേരം തന്നെ എന്നെ എല്ലാവർക്കും അറിയുന്നതിനെ കൊണ്ട് ഓരോക്കെ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് വീഡിയോ ഇറങ്ങുക എന്ന് ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുമല്ലോ. അങ്ങനെ ഞാൻ ഇതിലൂടെ തന്നെ നമ്മളെന്താക്കുകയാണ് പോവുകയാണ്. ഇതെവിടെയാണെന്ന് വെച്ചുകൊണ്ട് നമ്മൾ ദാമോദര മുക്കില്ലേ, ദാമോദര മുക്കിൻ്റെ ആ സൈഡ് കൂടി തന്നെ പോവുക. സ്വബൈ ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് ഇറങ്ങിയ കേട്ടോ. 5:30 അങ്ങനെ ഇറങ്ങിയിട്ട് ഒരു രക്ഷയില്ല. നല്ല അടിപൊളി തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി മഞ്ഞു കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ റിനാഫിനെ 4-5 പ്രാവശ്യം ഞാൻ വണ്ടി പോകുന്നതിന് വിളിക്കുകയും ചെയ്തിട്ട് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത്. അന്നേരം ഒന്നും ഓൻ എണീറ്റിക്ക് പക്ഷേ ഫോൺ എടുത്തിക്കില്ല. അവിടെ എത്തി നോക്കുന്നവർ ഓരോ എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ ഞാൻ എടുക്കാഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ സൈലൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഈ കാണുന്ന ചിങ്ങോരത്തുള്ള പള്ളിയിൽ ഫുൾ ആൾക്കാർ എന്താക്കുകയാണ് പള്ളിയിലേക്ക് കയറാൻ വേണ്ടി പോവുക. അപ്പോൾ നിസ്കാരം തുടങ്ങിക്കോ എന്നുള്ളൊരു പേടിയുണ്ട്. നമ്മളെന്താക്കുകയാണ് എന്നാലും ഓരോരാഗ്രഹമല്ലേ, ചെറിയ ആഗ്രഹമൊന്നുമല്ല വലിയ ആഗ്രഹം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിച്ചൽ പള്ളിയിൽ ഞാൻ ഇതുവരെ പോയിക്കില്ല നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. പിന്നൊരു കാര്യം, ചെറിച്ചൽ പള്ളിയിൽ നമ്മൾ പല പെങ്ങളെ കബറൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഒരു ഭർത്താവിൻ്റെ കബറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ നടന്നു പോകുന്ന കണ്ടില്ലേ, 5:30 ഇത് പോകുന്നത് നടന്ന് നമ്മൾ ഉറങ്ങുന്ന സമയമാണ്. ഞാൻ നോമ്പായതിനെ കൊണ്ടാണ് ഈ സമയത്ത് വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങിയത്. അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കാൻ ആരെണ്ടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം പോയി എടുക്കുന്ന സമയത്ത് കാണലുണ്ട് ഇങ്ങനെയാണ് നടക്കുന്നത്. പിന്നെ നമ്മളെ ദാമോദര മുക്കിൻ്റെ റോഡിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഡോറ് നയിപ്പോയി. റോഡിൻ്റെ കാര്യം പറയണ്ടല്ലോ, അത്ര അടിപൊളിയാണ്. കണ്ടില്ലേ, നടു നിറച്ച് കൊണ്ടുപോയി ഈ സൈഡ് നിറച്ച് ക്ലിയറും ആക്കി വെച്ചിട്ട്. എന്തിനാണെന്നറിയില്ല. അതായത് ബൈക്കാരും വീഴണ്ട, കാരാരും നന്നായിട്ട് കൊണ്ടുകൂടി പോട്ടെ. പിന്നെ ഈ അമ്പുക്കുടിയൊക്കെ നമ്മളെന്താക്കി നേരെ ദാമോദരം മുക്കുന്ന നേരെ കള്ള് ഷാപ്പിൻ്റെ അതിലിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പോകട്ടോ. പറഞ്ഞ് താടി വളർന്നു എന്ന് പറഞ്ഞൊരവസ്ഥയാണല്ലോ. ഇതെന്തൊക്കെയാണ് പറയുന്നത്. അങ്ങനെ വണ്ടിയാകുമ്പോൾ പോകുന്ന 2-3 പാട്ടൊക്കെ പാടി. പിന്നെ ഈ ഒരു എന്താ പറയുക, നമ്മളെ വയലിൻ്റെ ഈ സൈഡിൽ കൂടി പോകുന്ന സമയത്ത് നല്ല അടിപൊളി കൂടൽ മഞ്ഞില്ലേ, മറ്റേ മഞ്ഞ് നല്ല അടിപൊളിയിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഈ ഫോണിൽ ഇതിൽ കിട്ടുന്നോന്നറിയില്ല. അന്നേരം ഒരാൾ ഓടുന്നു കേട്ടോ. ഇയാളുണ്ട് ടൗസർ ഇട്ട് ഇങ്ങനെ ഓടുക. അന്നേരം തന്നെ ഞാൻ ഒന്ന് കുറേ ചിരിച്ച്, സത്യം പറയുന്നത് വണ്ടി പോകുന്നേരം ഇങ്ങനെ ചിരിച്ച് കയറി ടൗസർ ഇട്ടിട്ട് ഓടുന്ന കണ്ടിട്ട്. ഈ രാവിലെ ഒന്നും ഓടുക നേരം. പക്ഷേ ഇയാളെ ഞാൻ റിനാഫിനെ വണ്ടിയുമ കയറ്റിയിട്ട് പോകുന്ന സമയത്ത് എവിടെ കണ്ടിരിക്കുന്നറിയോ, നമ്മളെ കൊപ്ര കണ്ടത്ത് കണ്ടിരിക്കും കേട്ടോ. കൊപ്ര കണ്ടെന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ നമ്മളെ നാട്ടിൽ തന്നെയുള്ളൊരു സ്ഥലമാണ്. പുറക്കാട് കൊപ്രക്കണ്ടം എന്നൊക്കെ പറയുന്ന സ്ഥലം. അവിടെ നിന്ന് ഇത് റിനാഫിൻ്റെ പുരയിലേക്ക് പോകുന്നൊരു വളവായത്. അങ്ങനെ അവിടത്തേക്ക് നമ്മളെന്താക്കി കുറേ ആൾക്കാരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നു. ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഇവരൊക്കെ കിടന്ന് ഉറങ്ങിക്കൂടെ, ഇതെന്തിനാ ഇങ്ങനെ ഓടാൻ നിൽക്കുന്നതെന്ന്. എന്തെങ്കിലും കാരണം ഉണ്ടാവും. അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ ഹെൽത്ത് റെഡിയാണെന്ന് എന്നുള്ളൊരു സുഖമുണ്ടല്ലോ, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരെ എടുത്തി റിനാഫിനെയും കൂട്ടിയിട്ട് നമ്മൾ ചെറിച്ചൽ പള്ളിയിലെത്തി. അവിടെ എത്തി നോക്കുന്നൊരു കാര്യം മനസ്സിലായത് എന്താണെന്നറിയോ, നിസ്കാരം കഴിഞ്ഞെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി നേരെ പള്ളിയിലേക്ക് കയറി. പള്ളീനെ പറ്റിയിട്ട് വലിയ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. റിനാഫ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മരം കൊണ്ട് മൊത്തമായിട്ട് ഉണ്ടാക്കിയ പള്ളിയാണ് എന്നൊക്കെയാണ് റിനാഫ് പറഞ്ഞത്. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഒരു വണ്ടിയും വന്ന് ഇങ്ങനെ ഒരു കഥ പറഞ്ഞതാണ്. അങ്ങനെ അയാൾ കയറിയ സമയത്ത് തന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ പുറത്തിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാളൊന്നും നോക്കിയില്ല. നേരെ രണ്ടാളും കൂടി പള്ളിയിലേക്ക് കയറി. പള്ളിയിൽ കയറിയ ഉടനെ വുളുവൊക്കെ എടുത്ത് പിന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറി. ഈ പള്ളീൻ്റെ ഉള്ളിൽ കാണാൻ വലിയ രസമുള്ള ഒരു പള്ളി കേട്ടോ. അത്രയും പ്രത്യേകത ഉള്ള. ഞാൻ നിസ്കരിക്കുന്നതിൻ്റെ നേരെ സൈഡിൽ തന്നെ പിന്നെ ഒരു തൂണുണ്ട്. അത് ഫുള്ള് കരിങ്കല്ല. ഇങ്ങനത്തെ പള്ളിയിലൊന്നും ഇതുവരെ കയറിയില്ല. ഇതിവിടെയാണ് 3ാമത്തെ പ്രാവശ്യം പോകുന്നത്. അതായത് സ്വബേസ്കരിക്ക് ഇതുവരെ വന്നിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചാനൽ ഇഷ്ടമായിക്കുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. പിന്നെ ഈ വെള്ളിയാഴ്ച ലൈവായിട്ട് ചിലപ്പോൾ